കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇന്ന് പോകുന്നത് ബീച്ച് ഡാമിലേക്കാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഈ ഡാമുകളും ഒക്കെ ഉള്ളൂ. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു ക്ലൈമറ്റിലാണ് നമ്മൾ ഡാമുകളും അതിൻ്റെ വ്യൂ വിഷ്വൽസും ഒക്കെ കണ്ടിരിക്കേണ്ടത്. അപ്പം നമുക്കിനി ബാക്കി വിശേഷങ്ങൾ ബീച്ച് ഡാമിൽ ചെന്നിട്ട് കാണാം. ഈ തൃശ്ശൂർ ഹൈവേയുടെ സൈഡിൽ കാണുന്നത് നമ്മുടെ ഹൈലൈറ്റ് മാളാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ മോളാണ് ആ വരുന്നത്. ഇവിടുത്തെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരുന്നു, ഓപ്പൺ ആയിട്ടില്ല. പുതിയ ഹൈലൈറ്റ് മാളിൻ്റെ വിഷ്വലാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് ഹൈലൈറ്റ് മാൾ. ഹൈലൈറ്റ് മാളിലേക്ക് ഇന്റർവ്യൂവിന് വന്നവരവിടെ ക്യൂ നിൽക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ കാറിൽ ഇരുന്ന് രണ്ട് കള്ളക്കണ്ണന്മാരെയും സൗണ്ട് ഇട്ടിട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഗുരുവായൂരിന്ന് വാങ്ങിച്ച കൃഷ്ണന്മാരാണ് രണ്ടാളും. നടക്കിരിക്കുന്ന വിഘ്നേശ്വരൻ നമ്മൾ ചോറ്റാനിക്കരയിൽ നിന്ന് വാങ്ങിച്ചാണ്. കിടക്കിടാ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് അമ്പലങ്ങളുടെ ബോർഡൊക്കെ കണ്ടിരുന്നു കേട്ടോ. ഉള്ളിലോട്ട് കയറിയിട്ടാണ് ക്ഷേത്രം, ഭഗവതി ക്ഷേത്രം, മഹാദേവ ക്ഷേത്രം ഒക്കെ കണ്ടിരുന്നു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ നമ്മൾ ബീച്ച് ഡാമിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മുടെ രണ്ട് സൈഡിലും ഒരുപാട് മരങ്ങളൊക്കെ കൂടിയിട്ടൊരു വനത്തിൻ്റെ ഉള്ളിൽ കയറിയ ഒരു ഫീലാണ്. ശരിക്കും നമ്മളൊരു കാടിനുള്ളിൽ കടന്നൊരു ഫീല്. പെട്ടെന്ന് നല്ല കൂളിങ്ങും വെട്ടമില്ലായ്മയും ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ബീച്ച് ഡാമിന്റെ എൻട്രൻസ്. നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, ഗ്രൗണ്ട് അവിടെ ഉണ്ട്. നമ്മളെ വണ്ടി ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. ഇതാണ് അവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ട് കേട്ടോ. ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പ്ലേസ്, സ്ഥലം ഉണ്ട് അവിടെ. നമ്മൾ ചെന്നപ്പോൾ അത്യാവശ്യം വാഹനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളുടെ വണ്ടിയുടെ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള ആൾ വന്നു. വണ്ടികളുടെ ബസ് സ്റ്റാൻഡാണ് അവിടെ കാണുന്നത് കേട്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ഓപ്പോസിറ്റ്. ഇനി നമ്മൾ കടയിലേക്ക് കയറി മിഠായിയൊക്കെ വാങ്ങിച്ചു. ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ്. അവിടെ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അതിലിത് ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനങ്ങളും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ബോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വെള്ളത്തിൽ നമ്മളവിടെ പൈസ മുൻകൂട്ടി അടയ്ക്കണം. തിരിച്ച് ആ ബോട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴേ നമുക്ക് ആ പൈസ തിരിച്ചു തരുള്ളൂ. ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്നവർ അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുക. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ.
സ്റ്റെബിലൈസേഷൻ പോകണം. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ ടോപ്പിലേക്ക് പോകണം ഫസ്റ്റ് കയറുന്നത്. ഇവിടെ നമുക്കൊരു അറിവ് തരുന്ന പോലെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഡാമിൻ്റെ ടോപ്പിൽ കയറുന്ന എൻട്രൻസ്. ഇതാണ് മക്കളെ നമ്മുടെ ഡാമിൻ്റെ ടോപ്പ് വ്യൂ. നിറയെ വെള്ളമുണ്ട് കേട്ടോ. ആ കാണുന്നത് നമ്മുടെ ഡാമിൻ്റെ ഷട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഡാമിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ടോപ്പിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ഡാമിൻ്റെ ഷട്ടറിൻ്റെ ഭാഗമാണ് കേട്ടോ. ഷട്ടറിൻ്റെ ഭാഗത്ത് നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്. ഷട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിപ്പോകുന്ന പടികളാണ് കാണുന്നത്. അവിടെ താഴെ കുറേ സ്കൂൾ കുട്ടികളെയൊക്കെ കാണാൻ കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ വന്ന സമയത്ത്. ഇത് ടോപ്പ് ഭാഗത്ത് നിന്നുള്ളൊരു വിഷ്വലാണ് ഈ കാണുന്നത്. പൂക്കളിൽ നിന്ന് പൂക്കളൊന്നും പറിക്കരുതെന്നും ചെടി കുത്തിയൊടിക്കരുതെന്നും നശിപ്പിക്കരുതെന്നൊക്കെ നമുക്കവിടെ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മോളിൽ പോകാം. പവലിയനിൽ പോയി കണ്ടിട്ട് അവിടുത്തെ വ്യൂസ് ഓക്കെ. അവൻ്റെ മുകളിലെത്തി. ഇനി എൻ്റെ കുറച്ചുകൂടെ സ്റ്റെപ്പ് അതുപോലെ. ഇതാണ് നമ്മൾ പവലിയൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പള്ളിയുടെ ഉള്ളിൽ കയറുന്ന പോലെ. പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കാഴ്ചകളൊന്നുമില്ല. ടോപ്പിലേക്ക് കയറേണ്ട സ്റ്റെയർ ആണത്. നമ്മളുടെ ടോപ്പിൽ നിന്നിട്ടുള്ള വ്യൂ അതൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന്. മേഘങ്ങളൊക്കെ വന്നരപ്പിലാണ്. കാണുന്ന പോലല്ല കേട്ടോ. ഇവിടുത്തെ ഡാമിലെ വെള്ളം ഫുൾ വെള്ളവും പച്ചപ്പും മാത്രമാണ്. വ്യൂസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. മോളിൽ നമ്മൾ താഴേക്ക് ഇറങ്ങുന്നതാ. എത്ര പേരത്തെ സ്റ്റെപ്പ് മുകളിലേക്ക് കയറാൻ കേട്ടോ. ആളിറങ്ങി താഴെത്തി.
പവലിയൻ്റെ മുകളിൽ കയറി വന്നപ്പോഴേക്കും ഒരു പരുവായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കിലേക്ക് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ കയറി ഇറങ്ങി വന്നതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഡാമിൻ്റെ സൈഡ് വ്യൂ. താഴെ വന്നിട്ട് നമ്മൾ ഡാമിൻ്റെ താഴത്തേക്ക് ഒരുപാട് പടികൾ ഇറങ്ങിയാണ് നല്ല ഭംഗിയുണ്ട്. കുറേയേറെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് അവർ ആർട്ടിഫിഷ്യൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കപ്പേള പോലെ അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ നടവാദത്തിൽ നിന്നാണ് വെള്ളം അങ്ങനെ പടിപടിയായിട്ട് വരുന്നത്. അത് ഭംഗിയാണ്. ഇതവർ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം ഒഴുകാൻ വേണ്ടിയിട്ട് കാഴ്ചക്കാർക്കൊരു കൗതുകമാകാൻ വേണ്ടിയിട്ട് ചെയ്തത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ ചെടി ഒരു സബ് രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു ഭംഗിയാണ്. നമ്മൾ തണലൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇത് പിന്നെ വാട്ടർ ഡാൻസിങ്ങിൻ്റെ ആയിരുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നൈറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. പക്ഷെ ഇപ്പോൾ എല്ലാം താറുമാറായിട്ട് കിടക്കുകയാണ്. അവരും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. താഴെ വന്നിട്ട് ഡാമിൻ്റെ വ്യൂ എന്ന് പറയുന്നത് നമ്മളെ ഫസ്റ്റ് ഡാമിൻ്റെ മുകളിലേക്കാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നത്. അപ്പോൾ അവിടെ നല്ല വ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ താഴെ നിന്നുള്ള വ്യൂസ് ഇതാണ്. ശബ്ദം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വെള്ളം കുറഞ്ഞ സമയത്ത് ഓപ്പൺ ചെയ്യും. അതിൻ്റെ ഭംഗി കയറുന്നത് തന്നെയാണ് കേട്ടോ. വെള്ളം വരുമ്പോഴുള്ള ഭംഗി. അപ്പോൾ വെള്ളം കുറവാണ്. ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ ദാ ഈ കാണുന്നിടത്തെല്ലാം ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ഡാം ഷട്ടറിൻ്റെ എൻട്രൻസിൽ നിന്നുള്ള വ്യൂ. വീഡിയോ കാണുന്ന പോലെയല്ല കേട്ടോ, നേരിട്ട് വന്ന് കാണേണ്ടത് തന്നെയാണ്. അടിപൊളിയാണ്. ഇത് ഷട്ടറിൻ്റെ സൈഡിലുള്ളതാണ്. ഷട്ടർ മീൻസ് നമ്മുടെ ഡാമിൻ്റെ സൈഡിലുള്ള വ്യൂ ആണിത്. ഇതിൽ കൂടെയാണ് ഞങ്ങൾ മുകളിലോട്ട് കയറി വന്നത് താഴെ പോയിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.